നമസ്കാരം. സഭയിൽ ഇങ്ങനെ പ്രതിപക്ഷത്തെ ഭയക്കാതെ വളശ്ശേരി ദാമോദര മേനോൻ സർക്കാരെ എന്ന് പറയാതെ വയ്യ. മദ്യത്തിന്റെ നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ട് ഇന്ന് ആ വിഷയത്തിൽ വലിയ രീതിയിൽ തന്നെ സഭ പ്രക്ഷുബ്ധമായിരിക്കുന്നു. വിഷയം അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ സർക്കാർ യു-ടേൺ അടിച്ചിരിക്കുന്നു. ഇതോടെ പ്രതിഷേധവുമായി പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങുന്ന കാഴ്ച കൂടി നമ്മൾ ഇന്ന് കണ്ടു. പിന്നാലെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. പറയാനുള്ളതൊക്കെ പറഞ്ഞ ശേഷമാണ് ഇറങ്ങിപ്പോയിട്ടുള്ളത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ച നിർദ്ദേശത്തിന് പിന്നിൽ വൻ അഴിമതിയാണെന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സതീശന്റെ മുഖത്ത് നോക്കി പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. സാധാരണക്കാർക്കോ മനുഷ്യർക്കോ വേണ്ടിയുള്ള ഒന്നല്ല ഈ വന്നിട്ടുള്ള നിർദ്ദേശമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ സതീശന്റെ മുഖത്ത് വല്ലാത്ത രീതിയിലുള്ള ഒരു മൗനി മൂടായിരുന്നു. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഭരണപക്ഷത്തുള്ള ഒരു എം-എൽ-എയോ മന്ത്രിയോ ഒരക്ഷരം മിണ്ടിയില്ല എന്നുള്ളതാണ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സതീശനോട് കടുത്ത വിയോജിപ്പും എതിർപ്പും ഒക്കെ ആ പാർട്ടിക്കകത്ത് ഈ സർക്കാരിനകത്തുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഈ തീരുമാനത്തിന്റെ ഗുണഭോക്താവ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കർണാടകയിലെ ഒരു മദ്യ കമ്പനിയാണെന്നും സ്വകാര്യ മദ്യ കമ്പനിയായ ബക്കാഡിക്ക് വേണ്ടിയുള്ളതാണ് ഈ നീക്കമെന്നും എന്തായാലും പിണറായി വിജയൻ പേരെടുത്ത് തന്നെ, ഇത് മദ്യ കമ്പനിയുടെ പേരെടുത്ത് തന്നെ സതീശന്റെ മുമ്പിൽ പറയുമ്പോൾ സതീശന് ഉള്ളിനുള്ളിൽ പണി പാളിയല്ലോ എന്ന് വിചാരിച്ചു കാണാം. 2023 ബക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് നികുതി വകുപ്പിന് അപേക്ഷ വെക്കുന്നത്. 2023 എന്ന് പറയാമല്ലോ, LDF സർക്കാരിന്റെ സമയമാണ്. ആ സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു തീരുമാനവും എടുത്തില്ല. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന മെയ് 21 7 ഉദ്യോഗസ്ഥർ ശരവേഗത്തിലാണ് അങ്ങ് ഫയല് കാണുന്നത്. എന്താണ് ഇത്ര വേഗമെന്ന് പ്രതിപക്ഷ നേതാവ് സതീശനോട് ചോദിക്കുമ്പോഴും സതീശൻ ഞാൻ മിണ്ടൂല എന്ന മട്ടിലാണ്. കൃത്യമായ അഴിമതിയാണിതെന്ന് എന്തായാലും പിണറായി വിജയൻ ഇന്ന് സഭയിൽ പറഞ്ഞു. അത് ചർച്ച ചെയ്യാൻ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും അറിയാമെന്നും പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നൽകിയില്ല. നൽകിയിരുന്നുവെങ്കിൽ സർക്കാരിന്റെ ശവമടക്ക് പിണറായി വിജയൻ നടത്തുമായിരുന്നു എന്ന് സ്പീക്കറിന് നന്നായിട്ട് അറിയാം. അടിയന്തര പ്രമേയം പരിഗണിക്കാത്ത സാഹചര്യത്തിൽ അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് പറയാൻ സാധിക്കില്ലെന്നാണ് പ്രതിപക്ഷ നേതാവിനോട് സ്പീക്കർ എന്തായാലും പറഞ്ഞത്. എന്നാൽ നികുതി കുറയ്ക്കാനുള്ള സർക്കാർ തീരുമാനത്തോട് സഹകരിക്കാനാകില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞു. ഇമാതിരി ആൾക്കാരെ കുടിപ്പിച്ച് കടത്താനുള്ള പരിപാടിക്കൊന്നും ഞങ്ങളുടെ സഹകരണം നോക്കണ്ട സതീശ. വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ പോക്കറ്റിൽ തിരികെ വെച്ചോ. പക്ഷേ ആ പരിപാടി ഇവിടെ ഇറക്കാൻ നോക്കണ്ട, ആ നയം ഇവിടെ നടപ്പിലാക്കാമെന്ന് വിചാരിക്കുകയും വേണ്ട എന്ന രീതിയിലുള്ള നിലപാട് പ്രതിപക്ഷം എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്നു. ഘടകകക്ഷികൾ പറഞ്ഞിട്ട് മുണ്ടിയിട്ടില്ല. പിന്നെ ആ പ്രതിപക്ഷം പറയുമ്പോൾ അല്ലേ മേനോൻ സതീശൻ സാറേ. എന്തായാലും വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയാൽ അഴിമതിയാണെന്ന് പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ പറഞ്ഞത് എല്ലാവരുടെയും മുമ്പിലുണ്ട് അല്ലെ. അപ്പോ അറിഞ്ഞുകൊണ്ട് നടത്തുന്നതിനെ തീർച്ചയായും നമുക്ക് അഴിമതി എന്ന് വിളിക്കാം. അപ്പോൾ മുഖ്യമന്ത്രി അഴിമതി നടത്തിയോ എന്ന് ജനങ്ങൾ ചോദിക്കുന്നതിലും കഴമ്പുണ്ട്. മുഖ്യമന്ത്രിയായി ആദ്യ ബഡ്ജറ്റിൽ പകുതിയിലേറെ നികുതി കുറച്ച് മദ്യ കമ്പനികൾക്ക് കോടികളുടെ ലാഭം ഉറപ്പാക്കി. മദ്യത്തിൽ എന്ന പോലെ നിലപാടിലും വെള്ളം ചേർത്ത് ഈ കപ്പൽ ഇത് എങ്ങോട്ടാണ് സതീശ? ഒരു വശത്ത് ചെന്നിത്തലയുടെ തൂഫാൻ, മറ്റൊരിടത്ത് തൂഫാനെ തകർക്കാൻ സതീശന്റെ വക മറ്റൊരു തൂഫാൻ. എന്തൊരു മേളമാണ് ഈ പൂക്കി സർക്കാർ കാണിച്ചു കൂട്ടുന്നത് അല്ലെ. എന്തായാലും ഈ മദ്യത്തിന് നികുതി കുറച്ച വിഷയം ചർച്ചക്കെടുത്താൽ സതീശൻ ഭയക്കുന്നത് എന്തിനെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കി തന്നെ പോവാം. ആദ്യം തന്നെ ഈ ചാനൽ വാർത്ത നമുക്ക് നോക്കാം. ഇന്നിപ്പോ രാവിലെ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടൊരു വാർത്തയാണ്. ഇത് സതീശനെ അലട്ടുന്ന, ഭയപ്പെടുത്തുന്ന ഒന്നാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ്. ബക്കാഡി കമ്പനിയുടെ അപേക്ഷ എന്ന് രേഖപ്പെടുത്തിയ ഫയൽ നീങ്ങിയത് സൂപ്പർ ഫാസ്റ്റ് ആയി. അപേക്ഷ നൽകിയത് 2023 LDF കാലത്ത്. 2026 മെയ് 18 VD സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. 21 2.5 മണിക്കൂർ കൊണ്ട് മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഫയലെത്തി. ജൂൺ 14 രാത്രി മുഖ്യമന്ത്രി ഫയൽ തീരുമാനമാക്കി. ജൂൺ 15 അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാൽ ഓഫീസ് തുറക്കുന്നതിന് മുമ്പ് ഫയൽ നീക്കി. ജൂൺ 19 ബഡ്ജറ്റിൽ പ്രഖ്യാപനം. എന്താണ് സതീശ ഇത്ര തിടുക്കം എന്ന് ചോദിക്കുകയാണ്. എങ്ങും ചർച്ച ചെയ്യാതെ സതീശൻ മാത്രം പെട്ടെന്ന് തീരുമാനമെടുക്കുന്നു അല്ലെ. എന്തായാലും ഈ പത്രവാർത്തയും ഇന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുമോ എന്ന ഭയം തന്നെയാകാം സതീശനെ നിശബ്ദനാക്കിയത്. സ്പിരിറ്റിൽ നിന്നുള്ള മദ്യത്തിന് 251% നികുതിയാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. എന്നാൽ വീര്യം കുറഞ്ഞതെന്ന പേരിൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് പകുതിയിലധികം ഇളവ് നൽകി 120% നികുതി കുറയ്ക്കുകയാണ് സതീശൻ സർക്കാർ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്ത് 251% മദ്യനികുതി 120% വെട്ടിക്കുറച്ചതിന് പിന്നിൽ വൻ അഴിമതി തന്നെയാണ്. സംസ്ഥാന ഖജനാവിന് 600 കോടി രൂപ നഷ്ടം വരുന്നൊരു സംഭവം VD സതീശൻ ചെയ്തിരിക്കുന്നു. ഭയങ്കര നഷ്ടമാണ്, കടമാണെന്ന് പറയുമ്പോഴും ഈ ഖജനാവിന് നഷ്ടമുണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ആർക്ക് വേണ്ടി?
ഏത് കോർപ്പറേറ്റിനെയും ഏത് മദ്യ കമ്പനിയെയും ലാഭത്തിലാക്കുന്നതിന് വേണ്ടി എന്നൊരു ചോദ്യത്തിന് ഉത്തരം മുഖ്യമന്ത്രി പറഞ്ഞേ മതിയാകും. നികുതി കുറച്ചത് ഒരു കമ്പനിക്ക് മാത്രം ലാഭം നേടാൻ വേണ്ടിയാണെന്ന് എന്തായാലും പ്രതിപക്ഷ നേതാവ് ഇന്ന് അവിടെ വാദിക്കുന്നുണ്ട്. തെളിവ് നിരത്തി അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. കർണാടക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഈ രംഗത്തുള്ളതെന്ന് എന്തായാലും പിണറായി വിജയൻ സതീഷിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. നികുതി കുറച്ചതുകൊണ്ട് അവർക്ക് മാത്രമാണ് ലാഭമെന്നും അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനത്തിലൂടെ എത്ര കിട്ടിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നുമൊക്കെ മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ചോദിച്ചത് കഴിഞ്ഞ ദിവസമാണ്. എന്നിട്ടും നമ്മുടെ വി ഡി സതീശന് ആ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. LDF സർക്കാരിന്റെ കാലത്ത് ഇതേ ആവശ്യവുമായി കമ്പനി വന്നെങ്കിലും അംഗീകരിച്ചിരുന്നില്ല. സമൂഹത്തിൽ മദ്യ ഉപഭോഗം അത് കൂടുമെന്ന് കരുതി തന്നെയാണ് വേണ്ട എന്ന് LDF സർക്കാർ തീരുമാനിച്ചത്. ഉപഭോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് കാലാകാലങ്ങളിൽ മദ്യത്തിന് ഉയർന്ന നികുതി സർക്കാരുകൾ അങ്ങനെ ഉയർത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ മദ്യത്തിന്റെ നികുതി പകുതിയിലധികം കുറയ്ക്കുന്നത് ഇതാദ്യമാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങളെ എല്ലാവരെയും കുടിപ്പിച്ച് കിടത്തുക, കുട്ടികൾക്ക് പോലും ഈ പറയുന്നത് പോലെ, അതായത് ഇത് വീര്യം കുറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞ് കോള കുടിക്കുന്നത് പോലെയൊക്കെ മദ്യം സുലഭമായി കൊടുക്കുക, അങ്ങനെ കൊടുത്ത് മദ്യ കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള അവസരം ഒരുക്കുക, ഇതൊക്കെയാണ് ഇതുവഴി നടക്കാൻ പോകുന്നത്. വില കുറഞ്ഞ മദ്യം മാർക്കറ്റിൽ സുലഭമായി ലഭ്യമാകുമ്പോൾ മദ്യത്തിന്റെ ഉപയോഗം കുത്തനെ വർദ്ധിക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. വീര്യം കുറഞ്ഞതാണ് നൽകുന്നതെന്ന ന്യായം ഉയർത്തിയാലും മദ്യത്തിന്റെ ഉപയോഗം തന്നെയാണ് ക്രമാതീതമായി വർദ്ധിക്കാൻ പോകുന്നത്. ഇവിടെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. പല രീതിയിലുള്ള നമ്മളൊക്കെ ഇതുവരെ ചവിട്ടി നിർത്തിയ പല രീതിയിലുള്ള ആക്രമണ സംഭവങ്ങൾ തുടർക്കഥയായി മാറും. വീര്യം കുറഞ്ഞതിൽ നിന്ന് വീര്യം കൂടിയ മദ്യത്തിലേക്കുള്ള വഴിയായിരിക്കും ഇത് തുറക്കുക എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. യുവതലമുറയെ വഴിതെറ്റിച്ചാക്കാവുന്ന തെറ്റായ സമീപനമാണ് ഈ മദ്യനയം എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടോ എന്ന് ചോദിച്ചില്ല എന്ന് തന്നെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും. നമ്മുടെ സമൂഹം ആശങ്കപ്പെടേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഹോർട്ടി വൈനിന്റെ നികുതി മാത്രമാണ് കഴിഞ്ഞ സർക്കാർ നിശ്ചയിച്ചത്. റെഡി ടു ഡ്രിങ്ക് മദ്യം വിൽക്കാൻ നികുതി നിശ്ചയിച്ചിരുന്നില്ല. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. നടപ്പിലാക്കിയാൽ പുതിയ വിഭാഗം ഇതിലേക്ക് ആകർഷിക്കുമെന്ന് സർക്കാരിന് അറിയാമായിരുന്നു. ഇതുവരെ കുടിക്കാത്തവരും കുടിക്കാൻ തുടങ്ങുമെന്ന് അന്നത്തെ സർക്കാരിന് അറിയാമായിരുന്നു. പക്ഷേ ഈ സർക്കാർ മനഃപൂർവ്വം കുടിപ്പിച്ചു കിടത്താനുള്ള പരിപാടിയാണ്. UDF സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിൽ തന്നെ വീര്യം കുറഞ്ഞ മദ്യത്തിന് വൻ നികുതി ഇളവ് പ്രഖ്യാപിച്ചതിന് പിന്നിൽ വലിയ അഴിമതിയാണോ എന്ന സംശയം ഇതിനോടകം തന്നെ ഉയരുമ്പോഴും ആ വിഷയം സഭയിൽ പോലും ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത സതീശൻ എന്തിനെയാണ് ഭയക്കുന്നത്, എങ്ങോട്ടേക്കാണ് ഒളിച്ചോടുന്നത്? സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പാക്കാൻ സർക്കാർ മദ്യ കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ നേട്ടമുണ്ടാക്കുന്ന നികുതി ഇളവ് പ്രഖ്യാപിച്ചത് സ്വാഭാവികമായും സംശയം ഉയർത്തുന്ന ഒന്ന് തന്നെയല്ലേ? അതെ, ഇതിനു പിന്നിൽ പൊതു താല്പര്യമാണോ അതോ കോർപ്പറേറ്റ് മദ്യ ലോബികളുടെ താല്പര്യമാണോ എന്ന് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുകൾ ചോദിച്ചാലും എന്തായാലും തെറ്റു പറയാൻ കഴിയില്ല. പക്ഷെ അങ്ങനെയൊക്കെ ചോദിച്ചാലും നമ്മുടെ വി ഡി സതീശൻ സാർ അതിനൊന്നും ഉത്തരം പറയില്ല കേട്ടോ. നിലവിലുണ്ടായിരുന്ന നികുതി ഗണ്യമായി കുറച്ചതിലൂടെ വലിയ രീതിയിലുള്ള നഷ്ടം നേരിടുകയല്ലേ എന്ന് ചോദിക്കുമ്പോഴും ആ നഷ്ടമൊന്നും കുഴപ്പമില്ലടേ എന്ന മട്ടിലാണ് നമ്മുടെ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സൈസ് വകുപ്പിന് പോലും ഇങ്ങനെ ഒരു സംഭവം നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കുറച്ചുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയില്ല. കാരണം അവരോട് പോലും കൂടിയാലോചിക്കാതെയാണ് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വരെ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ സ്വാഭാവികമായും ഇന്ന് സഭയിൽ ചർച്ച നടത്തിയിരുന്നുവെങ്കിൽ പിണറായി വിജയൻ എടുത്ത് മുന്നോട്ട് ഇടുമായിരുന്നു. ആ ഒരൊറ്റ മുന്നോട്ടിടലിലോടുകൂടി തന്നെ വി ഡി സതീശൻ നിലംപരിശാകുമായിരുന്നു. KC പക്ഷവും RC പക്ഷവും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താണ്, അതായത് വി ഡി സതീശൻ ഇപ്പോൾ ഈ കോൺഗ്രസിനെ ഇങ്ങനെ വലിയ രീതിയിൽ തന്നെ വെന്റിലേറ്ററിൽ കിടത്തിയിരിക്കുന്നതിന്റെ അമർഷം തീർക്കാൻ വേണ്ടി എന്തായാലും മുഖ്യമന്ത്രി എന്ന നിലയിലും ധനവകുപ്പ് മന്ത്രി എന്ന നിലയിലും അദ്ദേഹം കൈക്കൊള്ളുന്ന ഓരോ നിലപാടുകളും അദ്ദേഹം സ്വീകരിക്കുന്ന ഓരോ സമീപനങ്ങളും നമ്മുടെ നാടിന് തന്നെ വലിയ ദോഷമായി മാറുന്ന കാഴ്ചയിലേക്ക് മാറുകയാണ്. ഇപ്പൊ സഭാ നേതൃത്വവും ഘടകകക്ഷികളും ഒക്കെ ഈ വിഷയമായി രംഗത്തേക്ക് വന്നിരിക്കുന്നു. പ്രതിപക്ഷത്തിന് അടിക്കാനുള്ള വടി സതീശൻ തന്നെ ഇങ്ങനെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇനി സതീശനോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. വീര്യം കുറഞ്ഞ മദ്യം നൽകി നികുതി കുറച്ച് അത് ഇവിടെ സുലഭമാക്കി ഈ നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ കുടിപ്പിച്ച് കിടത്താമെന്നാണ് കരുതിയിരിക്കുന്നതെങ്കിൽ സഭയ്ക്കകത്തും പുറത്തുമൊക്കെ പ്രതിപക്ഷം ഇതിനെതിരെ ശക്തമായി ശബ്ദം ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇവിടെ ജനങ്ങൾക്ക് സ്വൈര്യ ജീവിതം നയിക്കണം. അതുകൊണ്ട് നിങ്ങൾ കുടിപ്പിച്ച് കടത്താനാണ് പ്ലാനെങ്കിൽ കുടിപ്പിച്ച് കടത്താൻ വരുന്നവരോട് പ്രതിഷേധ ശബ്ദം ഉയർത്തിക്കൊണ്ട് അതിനെതിരെ മുഖം തിരിച്ചുകൊണ്ട് ഈ സർക്കാരിനെ താഴെ ഇറക്കാനാകും ജനങ്ങൾ എന്തായാലും ലക്ഷ്യമിടുക എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.